Hi dear friends, all are wholeheartedly welcome to our new class video. English True Track presents one more new class video for you. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പ്ലേലിസ്റ്റിൽ നിന്ന് കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ സാധാരണ പറയുന്ന പോലെ ഈ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ്. ഇംഗ്ലീഷ് ബേസിക്സിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പ്ലേലിസ്റ്റിലുണ്ട്. ഓരോ ക്ലാസ്സും വളരെ സിസ്റ്റമാറ്റിക്കായി പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്ത് വാച്ച് ചെയ്യുക, അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ച, അതായത് ഇംഗ്ലീഷ് പ്രോനൗൺ പ്രാക്ടീസ് ബേസ്ഡ് കോൺവെർസേഷൻസ്. ഇംഗ്ലീഷ് പ്രോനൗൺ പ്രാക്ടീസ് ബേസ്ഡ് കോൺവെർസേഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോനൗൺസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട തലങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഒന്ന് ഓൾ ഇൻ ദ സെയിം സെന്റൻസ് പ്രാക്ടീസ്, മറ്റൊന്ന് ട്രാൻസ്ലേഷൻ പ്രാക്ടീസ്. ഇന്ന് ഓൾ ഇൻ ദ സെയിം സെന്റൻസ് പ്രാക്ടീസിൽ ഉപയോഗിച്ച അതേ സെന്റൻസുകൾ നമ്മൾ കോൺവെർസേഷൻസ് അഥവാ ഡയലോഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ വളരെ എളുപ്പമായത്. ആമുഖമായി രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, എന്താണ് കോൺവെർസേഷൻ? വാട്ട് ഈസ് കോൺവെർസേഷൻ ഓർ വാട്ട് ഈസ് എ ഡയലോഗ്? സംഭാഷണം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നു. കോൺവെർസേഷൻ എഴുതുന്നുണ്ട്, കോൺവെർസേഷൻ ക്ലാസ് മുറിയിലൂടെ ഇന്ററാക്ഷനിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും മിക്ക കുട്ടികൾക്കും അല്ലെങ്കിൽ മിക്കവർക്കും എന്താണ് കോൺവെർസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു നിമിഷം അവർ സംശയിക്കും. അതിനുശേഷം മാത്രമേ അവർ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയൂ. എന്നെ സംശയിക്കേണ്ട, കൃത്യമായി ധാരണ ഉണ്ടാക്കിക്കോളൂ. കോൺവെർസേഷൻ അഥവാ ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, ആസ്കിങ് ആൻഡ് സേയിങ്. എന്താണത്? ആസ്കിങ് ആൻഡ് സേയിങ്, ചോദിക്കലും പറയലുമാണ്. അതുകൊണ്ടാണ് ഡയലോഗ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി തന്നെ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അത് മോണോലോഗി ആവുന്നു. ഇത് ഡയലോഗാണ്. ആസ്കിങ് ആൻഡ് സേയിങ്. സെക്കൻഡ് പോയിന്റ്, പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി, അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി ചോദിക്കുകയും പറയുകയും ചെയ്യും. തേർഡ് വൺ, ലോങ് വേ ആൻഡ് ഷോർട്ട് വേ. ചിലപ്പോൾ ചോദ്യങ്ങൾ വലിയ ചോദ്യങ്ങളായിരിക്കും, ചിലപ്പോൾ ചെറിയ ചോദ്യങ്ങളായിരിക്കും. ഉദാഹരണ സഹിതം വ്യക്തമാക്കി തരും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് കോൺവെർസേഷൻസ് അഥവാ ഡയലോഗ്സ് എന്നതിൽ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടത്. അതിൽ ആസ്കിങ് ആൻഡ് സേയിങ് ഉണ്ട്, പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ഉണ്ട്, ലോങ് വേ ഓർ ഷോർട്ട് വേ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ സെന്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, സംഭാഷണത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി? ചിലവരെന്ത് ചെയ്യും, അതിന് WH ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ആക്കി ലോങ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റും. ഫോർ എക്സാമ്പിൾ, ഹൗ ഡു യു സ്പീക്ക് ദിസ് ഇന്റർനാഷണൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ്? അപ്പൊ ലോങ് ക്വസ്റ്റ്യൻ ആയി. പക്ഷെ അതിന്റെ ഘടന അഥവാ സ്ട്രക്ചർ സെയിം. അപ്പൊ ലോങ് വേ നമുക്ക് ചോദിക്കാം, പോസിറ്റീവ്ലി നമുക്ക് ചോദിക്കാം, പറയാം. അതുപോലെ തന്നെ നെഗറ്റീവ്ലി നമുക്ക് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നാൽ റെസ്പോണ്ട് ചെയ്യാമല്ലോ. മറ്റൊരു ചോദ്യം ഷോർട്ട് വേയിൽ ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. യു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, ഡോണ്ട് യു? ഡോണ്ട് യു? ഇല്ലേ? ഡോണ്ട് യു? ഇല്ലേ? അല്ലെങ്കിൽ അല്ലേ? അത് ഷോർട്ട് വേ ആണ്. ക്വസ്റ്റ്യൻ ഇൻ ദ ടെയിൽ ഫോം ഓർ ഇൻ ദ ടാഗ് ഫോം, ബ്രിസ്ക് ക്വസ്റ്റ്യൻ എന്നൊക്കെ വിളിക്കും. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, എ ഡയലോഗ് ഈസ് ആസ്കിങ് ആൻഡ് സേയിങ്, പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി, ലോങ് വേ ആൻഡ് ഷോർട്ട് വേ. ഈ കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, യൂണിവേഴ്സിറ്റി തലത്തിലെ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഈ കോൺവെർസേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ്. കോൺവെർസേഷൻ ഓർ ഡയലോഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് കാണാം. ഉദാഹരണമായി ഡയലോഗ് റൈറ്റിംഗ്
ഓർ കോൺവെർസേഷൻ റൈറ്റിംഗ്. ഡയലോഗ് കംപ്ലീഷൻ, തന്നിരിക്കുന്ന സംഭാഷണ രീതി പൂർത്തീകരിക്കാൻ ആവശ്യപ്പെടുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും പഠിക്കാനുണ്ട്. അവരുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലുണ്ട്. മറ്റൊന്ന് ഫ്രെയിം ക്വസ്റ്റ്യൻസ്. ചോദ്യവാചകങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കോൺവെർസേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് ക്വസ്റ്റ്യൻ സെന്റൻസിന്റെ വേർഡ് ഓർഡറിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്ന ഒന്നാണ്. അതും SSLC കുട്ടികൾക്ക് ചോദിക്കുന്നുണ്ട്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ മുതൽ വലിയ ക്ലാസ്സിലെ കുട്ടികൾ വരെ ഇത്തരം ചോദ്യങ്ങൾ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് ആൻസർ ഷീറ്റിൽ തയ്യാറാക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ കോൺവെർസേഷൻ റൈറ്റിംഗ്, ഡയലോഗ് കംപ്ലീഷൻ, ഫ്രെയിം ക്വസ്റ്റ്യൻസ്, ഡയലോഗ് ബേസ്ഡ് റിപ്പോർട്ടർ സ്പീച്ച്, കൂടാതെ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ പോലും 5 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ച് എഴുതുന്നതും ഇൻ എ വേ എ ഡയലോഗ് ഓർ എ കോൺവെർസേഷൻ. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് കോൺവെർസേഷൻ അഥവാ ഡയലോഗ്. ഇവിടെ ഇംഗ്ലീഷ് വ്യാകരണ ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പ്രോനൗൺസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവിധ തലങ്ങൾ പരിശീലിക്കുമ്പോൾ പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസ്, അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കോൺവെർസേഷനാണ് വരുന്നത്. അപ്പോൾ എല്ലാം ഇന്റർ റിലേറ്റഡ് ആകുന്നു. അത് നിങ്ങളുടെ പഠനത്തിൽ സിസ്റ്റമാറ്റിക്കായി കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായ റിസൾട്ട് ലഭ്യമാകുന്നത്. നമുക്ക് നേരിട്ട് തന്നെ ഈ ഭാഗത്തേക്ക് കടക്കാം. പ്രോനൗൺ പ്രാക്ടീസ് ബേസ്ഡ് കോൺവെർസേഷൻസ്. ഫസ്റ്റ് sentence, I speak English well. I think my English is good because teachers help me. How can we make maximum questions and answers to form a dialogue or to write a dialogue from these 2 sentences? It is really the magic. 2 സെന്റൻസുകളിൽ നിന്ന് മാക്സിമം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞാൽ ഏത് സെന്റൻസിൽ നിന്നും നിങ്ങൾക്ക് ഡയലോഗ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ്. എന്താണ് ഫസ്റ്റ് സെന്റൻസ്? ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടായിക്കോളൂ. നിങ്ങൾ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ? Do you speak English well? Answer, yes. I speak English well. Who speaks English well? ആരാ ഇവിടെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറുള്ളത് അല്ലെങ്കിൽ സംസാരിക്കുന്നത്? I speak English well. Don't you speak English well? Negative question. നിങ്ങൾ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാറില്ലേ? Yes, I speak English well. ഓർഡറിൽ നമ്മൾ ആ സെന്റൻസിനെ ചോദ്യങ്ങളാക്കുമ്പോൾ ഇങ്ങനെ വരും. Who speaks English? I speak English. How do you speak English? I speak English well. Do you speak English well? Yes, I speak English well. Questions and answers are very clear in the dialogue. Take the second sentence. I think my English is good. How can you make more questions and their answers from the single sentence? What do you think about your English? Good question now. What do you think about your English? താങ്കളുടെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിന്റെ ഇംഗ്ലീഷിനെ കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? I think my English is good. Yes or no question ആക്കിക്കൂടെ? Do you think your English is good? Yes, I think my English is good. Is your English good? Yes, my English is good. അടുത്ത സെന്റൻസ് നേരത്തെ ലോക്ക് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ചേർത്തിട്ട്. I think my English is good because teachers help me. എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം? Why? Why do you think that your English is good? I think my English is good because teachers help me. One more question.
Who helps you? Simple question, no? Who helps you? My teachers help me. Yes or no question or verbal question ഉണ്ടാക്കുന്നുണ്ടോ? Do your teachers help you? Yes, my teachers help me. ഇനി നമ്മൾ ക്ലാസ് മുറിയിൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സും കുട്ടികളും ഇത്തരം രീതികൾ സ്വീകരിക്കാറുണ്ട്. ഇതേ സെന്റൻസുകളെ എങ്ങനെയാണ് അവർ ഇന്ററാക്ഷനിലേക്ക് കൊണ്ടുവരുന്നത് നോക്കാം. ടീച്ചർ കുട്ടികൾ പറയാം, ഡിയർ സ്റ്റുഡൻസ്, I think all of you are practicing English well, so you are getting okay to ask and say in English. Aren't you? Aren't you? Alle? Yes, ma'am. Yes, sir. We are. Okay. I think your English is good, isn't it? നിങ്ങളെ ഇംഗ്ലീഷ് കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? Isn't it? Short question. Isn't it? Question tag. Yes, sir. Yes, ma'am. It is. Short answer. This answer. Yes, it is. Why do you think your English is good? Ma'am, I think my English is good because teachers help me. Okay. You say that your teachers help you. So, what do you think about your English? Ma'am, my teachers help me, so I think my English is good. Okay, your English is good. So, to make it better, what can you do further? Ma'am, I can practice furthermore at home. Yes. How is the interaction here? Very easy, no? കുട്ടികൾ ആരും പഠിച്ചു പറയുകയല്ല ചെയ്യുന്നത്. അവരുടെ ഓർമ്മയിൽ നിന്നും പ്രോനൗൺസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചോദ്യോത്തര രൂപങ്ങളിലേക്ക് മാറ്റുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസിലെ ഒന്നാമത്തെ എക്സാമ്പിൾ സെന്റൻസ് ആയ ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, ഐ തിങ്ക് മൈ ഇംഗ്ലീഷ് ഈസ് ഗുഡ് ബിക്കോസ് ടീച്ചേഴ്സ് ഹെൽപ്പ് മീ എന്നതിനെയാണ് ഇവിടെ ഒരു ചെറിയ ഡയലോഗാക്കി മാറ്റിയത്. എത്ര ചോദ്യങ്ങളുണ്ടാക്കി, എത്ര ഉത്തരങ്ങൾ വന്നു അവിടെ. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഓരോ സെന്റൻസും എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരമായിരിക്കണം. അതുപോലെ തന്നെ ആ സെന്റൻസ് അവസാനിക്കുമ്പോൾ ക്വസ്റ്റ്യൻ സെന്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിപ്പിക്കുവാനും, ആൻസർ സെന്റൻസ് ആണെങ്കിൽ ഫുൾ സ്റ്റോപ്പിൽ അവസാനിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉത്തരങ്ങൾ വളരെ വളരെ മനോഹരമായ, എല്ലാം ശരിയായ ഉത്തരങ്ങളായിരിക്കും. ഓർക്കുക, ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 3 ഡയമെൻഷണൽ റിസൾട്ട് ഓറിയന്റഡ് ഇംഗ്ലീഷ് ഇമ്പാക്റ്റിലെ ഒന്നാമത്തെ തലമാണ് ഇംഗ്ലീഷ് ബേസിക്സ്. ഇംഗ്ലീഷ് ബേസിക്സിൽ നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാകരണ ഭാഗമായ പ്രോനൗൺസ് ആണ്. പ്രോനൗൺസിന്റെ ക്ലാസ്സുകളാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ ക്ലാസ്സും വീണ്ടും വീണ്ടും കാണുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക് പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തുടർ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ വരാൻ നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ക്ലാസ് ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയാലോ, വെൻ യു ഷെയർ യുവർ സർ കെയർസ് യു. അപ്പോൾ ഷെയറിങ്ങും കെയറിങ്ങും ഒരേ സമയത്ത് ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. സാർ നിങ്ങളെ കെയർ ചെയ്തുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് റിസൾട്ട് ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്, നത്തിങ് ഈസ് ഇംപോസിബിൾ. നത്തിങ് ഈസ് ഇംപോസിബിൾ മീൻസ് എവറിത്തിങ് ഈസ് പോസിബിൾ. ഓർക്കുമല്ലോ? അപ്പോൾ അടുത്ത ക്ലാസ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഹാവ് എ നൈസ് ടൈം. Thank you very much.